ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് മെയ്ഡ് പേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുട്ടികളുടെ ഒരു പഴയ ഫ്രോക്കാണ് കേട്ടോ. ഒരു ഷിഫോൺ ടൈപ്പ് ക്ലോത്താണിത്. നിങ്ങൾക്ക് അവൈലബിൾ ആയ ഏത് ടൈപ്പ് ക്ലോത്തും ഇതിനെ എടുക്കാവുന്നതാണ്. ഞാൻ ആ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ടുള്ള ആ പോർഷനാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ 16.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 11 സെൻറ്റിമീറ്റർ വിഡ്ത്തും അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സെയിം അളവിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അടുത്തതായി 16.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 9 സെൻറ്റിമീറ്റർ വിഡ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൻ്റെയും താഴെ നിന്ന് 5 സെൻറ്റിമീറ്റർ മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് മുകളിലോട്ട് വരച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ കട്ട് ചെയ്ത ചാർട്ട് പേപ്പേഴ്സൊക്കെ ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ നോർമൽ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും നമ്മുടെ ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിനായി ചാർട്ട് പേപ്പർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. കാർഡ്ബോർഡോ ന്യൂസ് പേപ്പറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വെക്കുന്നതിന് മുന്നേ അത് തമ്മിൽ ഒരു 2.5 സെൻറ്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ 2.5 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇനി അടുത്തത് വെച്ചെടുക്കാൻ വേണ്ടി പോണത്. ഇനി രണ്ടാമത്തെയും മുകളിലത്തെ ഭാഗവും തമ്മിൽ ഒരു 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഞാൻ വെച്ചെടുക്കാൻ വേണ്ടി പോണത്. ഇനി ഞാൻ ക്ലോത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ ആ ഫ്രോക്കിൻ്റെ തന്നെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉൾവശത്തേക്കാണ്, നമ്മളെ പേഴ്സിൻ്റെ ഉള്ളിലേക്കായിട്ടാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ബേസിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ വേണം. അതിന് മുമ്പായിട്ട് ഞാനൊരു ചാർട്ട് പേപ്പറിൽ നമ്മുടെ ബേസിൻ്റെ ആ വലിപ്പത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് ഈ തുണി ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യമേ വേണ്ടത്. ഇതിന് ചാർട്ട് പേപ്പറിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. എൻ്റെ അടുത്തൊരു ചീത്തയായ ചാർട്ട് പേപ്പർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചാർട്ട് പേപ്പർ എടുത്തത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണം, നേരത്തെ പറഞ്ഞില്ലേ, ചാർട്ടോ എന്തും എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ ആ എടുത്ത ചാർട്ട് പേപ്പർ ബേസിൻ്റെ അതേ അളവിൽ വേണം. അതേ അളവല്ല, ഒരു 5 mm കുറച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ബേസിൽ വെച്ച് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ നമ്മുടെ ബേസിലേക്ക് കറക്റ്റായിട്ട് തന്നെ ആ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ക്ലോത്തിലേക്ക് ഈ ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പേസ്റ്റ് ചെയ്തതുപോലെ തന്നെ ക്ലോത്ത് ഉള്ളിലേക്കായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിന് മുകളിലായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സൈഡൊക്കെ നോക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കരുത്. അതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ബേസ് ചെയ്തപ്പോൾ 2 സൈഡിലായി ഗ്യാപ്പ് ഇട്ടിരുന്നില്ലേ, അവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ.
കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പേഴ്സ് പറയാനായിട്ടില്ല, ഇനി കുറച്ചുകൂടെ പണി ഇതിമെടുക്കാണ്ട്. അപ്പോൾ ഇനി അടുത്തതായി ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ പേഴ്സിൻ്റെ ആ സൈഡിലേക്ക് ഒരു പാർട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 8 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്ത് 11 സെൻറ്റിമീറ്റർ അളവിലും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്കായി മടക്കിയിട്ട് 2 സൈഡും നടുവിൽ നിന്ന് സൈഡിലേക്ക് മടക്കുകയാണ്. അതാ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അതാ ഇതുപോലെ ക്ലോത്ത് ചാർട്ട് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനു മുമ്പായി 11 സെൻറ്റിമീറ്റർ വിഡ്ത്തും 16.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും നമ്മൾ ബേസിലെടുത്ത അതേ മെഷർമെൻറ്റിൽ തന്നെ കേട്ടോ ഒരു ചാർട്ട് പേപ്പർ ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ക്ലോത്ത് കൊണ്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാനത് ഗ്ലൂ വെച്ച് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 2 സൈഡിലേക്കും ഉണ്ടാക്കി വെച്ച പീസുകളുടെ ഉള്ളിലേക്കായി ഇത് വെച്ച് കൊടുത്ത് ഗ്ലൂ ചെയ്യാണ്. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം. വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി ഗ്ലൂ ചെയ്ത് ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മുടെ ബേസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്റർ പാർട്ടിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് തുടങ്ങുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 2 സൈഡും ഞാൻ നന്നായി സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പീസിനൊരു ലോക്ക് ഉണ്ടാക്കി എടുക്കണം. അതിനായി ഞാൻ ഈ ഒരു ടൈപ്പ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ എല്ലാതും ചെയ്തതുപോലെ തന്നെ ഇതും ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാനൊരു ഈ ഒരു രീതിയിലാണ് ലോക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി ബാക്ക് സൈഡിൻ്റെ സെൻറ്ററിലായി ഇങ്ങനെ ഒരു പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അത് കൊള്ളത്തക്ക വിധം വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി ഞാനിത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ ഐഡിയ വെച്ച് പല ടൈപ്പിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയൊരു പേഴ്സാണ്. ഇതിൻ്റെ ലോക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഈ ഒരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അതേ സെയിം തന്നെയാണ്. ഇതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊള്ളാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിൾ പേഴ്സാണിത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.